പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോഴേ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് നമ്മുടെ വീട് അനുഗ്രഹീതമായാൽ എന്തൊരു സന്തോഷമായിരിക്കും കുടുംബത്തിൽ. മുത്തുനബിയുടെ സാന്നിധ്യമുള്ള വീടാകാൻ റബീഉൽ അവ്വൽ മനോഹരമാക്കിയാൽ മതി. എന്നാൽ 4-5 കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ, 4-5 കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മുത്തുനബി ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കൂല കേട്ടോ. റബീഉൽ അവ്വലിൻ്റെ പുണ്യം നമുക്ക് ലഭിക്കൂല. ഇതിനേക്കാൾ വലിയ അപകടം എന്താ വരാനുള്ളത് അല്ലേ? അപ്പോൾ 3000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പി ആയിരിക്കണം കേട്ടോ അല്ലേ? മുത്തുനബിയുടെ പേരെന്ത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ്. ഇനി അങ്ങോട്ട് മദ്ഹിൻ്റെ കാലാണ് വരാൻ പോണത് അല്ലേ? 2-3 ദിവസം കൂടെ കഴിഞ്ഞാൽ പരിശുദ്ധമായ റബീഅ നമ്മിലേക്ക് കടന്നു വരികയാണ്. അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ യാ റസൂലല്ലാഹ് ഖത്തു യാ വജ്ഹ സുറൂരി യാ ഹബീബല്ലാഹ് മർഹബാ യാ നൂറ ഐനി മർഹബാ ജദ്ദൽ ഹുസൈനി മർഹബാ അഹ്ലൻ വസഹ്ലാ യാ റസൂലല്ലാഹ് മർഹബാ യാ ഖൈറ ദാഇ യാ ഹബീബല്ലാഹ്. മുത്തുനബിയെ സ്വീകരിക്കണം നമുക്ക്. പക്ഷേ നമ്മൾ ഈ റബീഉൽ അവ്വൽ എത്തിയിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമില്ലാത്ത ആളുകളായി മാറാൻ ചില സംഗതികൾ പ്രശ്നമാണെന്നേ. നമ്മുടെ വീട്ടിൽ 4-5 കാര്യങ്ങളുണ്ടെങ്കിൽ മുത്തുനബി ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കൂല. ഭയങ്കര അപകടമാണത്. നമ്മുടെ ജീവിതം തകർന്നില്ലേ ഇല്ലേ? الشفاعة هب لنا في القيامة مشفيقا واهلنا إن الله يا سيدي خير النبي. മുത്തുനബിയുടെ ഷഫാഅത്തെ നമുക്ക് പ്രതീക്ഷയുള്ളൂ. നാളെ ആഖിറത്തിൽ ചെന്ന് റബ്ബുൽ ആലമീനായ തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും മുത്തുറസൂൽ ഉണ്ടാവുള്ളൂ ഷഫാഅത്തിന്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിഞ്ഞു നോക്കാത്ത ആളുകളായിട്ട് നമ്മൾ മാറിയാൽ നമ്മളെ പിന്നെ എന്തിനു കൊള്ളാം? അപ്പോൾ നമ്മുടെ വീടും നമ്മുടെ കൽബുമൊക്കെ മുത്തുനബിക്ക് സ്ഥാനമുള്ള ഇടങ്ങളാകണം. അന്നഫീക്കും റസൂലുള്ള. ഖുർആനിൽ ആയത്തുണ്ട്, നിങ്ങളിൽ റസൂലുള്ള ഉണ്ട്. റസൂലുള്ള നമ്മളിൽ ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം നമ്മുടെ കൽബിലും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകണം. അപ്പോൾ ഇപ്പോൾ തന്നെ മുത്തുനബിയുടെ മദ്ഹും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒന്ന് ആക്റ്റീവ് ആകുക ഇല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റിലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചേക്ക്. എല്ലാവരും ഒന്നും കൂടെ മനസ്സിരുത്തി കേൾക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്, പള്ളി മാത്രം അലങ്കരിച്ചാൽ പോരാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരവേറ്റിട്ട് നമ്മൾ മൊത്തത്തിൽ വീടും മനസ്സും ശരീരവും ഒക്കെ അലങ്കരിക്കണം. അള്ളാഹു അതിനെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഒന്നാമത്തൊരു സംഗതി, മുത്തുനബിയുടെ തിരുനോട്ടം റബീഉൽ അവ്വൽ കിട്ടാതെ പോകാനുള്ള ഒരു കാര്യം, ഒന്നാമത്തെ എന്താണെന്നറിയോ? സൂഫിയാക്കളായ മഹാന്മാർ പറയുന്നുണ്ട്, ഈ മറ്റൊരാളുടെ സ്വത്തോ അവകാശങ്ങളോ കവർന്നിട്ടുള്ള സമ്പത്ത് നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലുള്ളത് മറ്റൊരാളുടെ സ്വത്താണ്, അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് തട്ടിയെടുത്ത ഹറാമ് പറഞ്ഞെടുത്ത അങ്ങനെയുള്ള സമ്പത്താണ്, മനസ്സിലായോ? അങ്ങനെയുള്ള പൈസയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ആ വീട്ടിലേക്ക് മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിഞ്ഞു നോക്കൂല. ഒന്നാലോചിച്ചൊക്കെ, എത്ര ആളുകളുടെ പ്രാക്ക് മേടിച്ചിട്ടുള്ള പൈസ ഉണ്ടാക്കണ കുറേ ആൾക്കാരില്ലേ? എന്തോരം മനുഷ്യന്മാരുടെ പ്രാക്ക് മേടിച്ചിട്ട് ഈ സ്ഥലങ്ങൾ തട്ടിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ കുടുംബത്തിൽ തന്നെ ഒരാൾക്ക് കിട്ടേണ്ടിയിരുന്ന തുക മറ്റൊരാൾ തട്ടിയെടുക്കും. ഇപ്പം ഞാൻ വേറൊരു സംഗതി പറഞ്ഞു തരട്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കുറി നടത്തുന്നുണ്ട്, കുറി. അപ്പോൾ ഈ കുറി നടത്തുമ്പോൾ ചില ആളുകൾ പരിചയമുള്ളവർക്ക് എന്ത് ചെയ്യും? വീഴുന്ന കുറി മാറ്റി വെച്ചിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് മറിച്ചു കൊടുക്കും. അതായത് ആ വീഴണ ആൾ ആരാണോ അയാളുടെ അനുവാദത്തോടും അതിന് കുഴപ്പമൊന്നുമില്ല, ഇത് അനുവാദമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അയാളുടെ അനുവാദം ഇല്ലാതെ മറ്റൊരാൾക്ക് വീണ കുറി എന്ത് ചെയ്യും? നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് മറിച്ചു കൊടുക്കും. അപ്പോൾ മറ്റൊരാളുടെ അവകാശമായ പണം നിങ്ങൾ ഹറാമിൽ തിന്നതിൻ്റെ ഏറ്റവും അപകടം പിടിച്ച ശിക്ഷയും കുടുംബത്തിൽ ബറക്കത്തുകേടിനും അത് കാരണമാകും. ഒന്നാലോചിച്ച് നോക്കിയേ. അപ്പോൾ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം വീട്ടിലുണ്ടാകണമെങ്കിൽ അത് ഹറാമിൽ കെട്ടി ഉയർത്തിയ വീടാകാൻ പാടില്ല.
അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എത്ര നമ്മുടെയൊക്കെ കൂട്ടത്തിൽ എത്ര പേരുടെ വീട് ലോൺ എടുത്തുണ്ടാക്കിയ വീടാ ഇല്ലേ, ആധാരം ബാങ്കിൽ പണയം വെച്ചുണ്ടാക്കിയ വീട്. അപ്പോൾ ഈ പണയ പൈസ എന്ന് പറയുന്നത് പലിശയല്ലേ, പലിശയിൽ കെട്ടി ഉയർത്തിയ വീട്. അതുപോലെ തന്നെ പലിശപ്പണം കൊണ്ട് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയ അപകടമല്ലേ. ആ വീട്ടിലേക്ക് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം ഉണ്ടാവും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പോൾ നമ്മൾ ചെയ്തു പോയാലും മനസ്സറിഞ്ഞ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക, തൗബ ചെയ്യുക. പടച്ചോനെ, മറ്റൊരാളുടെ പൈസ നമ്മുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചങ്ങോട്ട് കൊടുത്തേക്കാം. ഒരാളുടെയും സ്വത്ത് അന്യായമായി നമ്മൾ തട്ടിയെടുത്തത് കൊണ്ട് നമുക്കൊരിക്കലും സന്തോഷം അനുഭവിക്കാൻ പറ്റൂല. അതുകൊണ്ട് നമുക്കൊരിക്കലും സമാധാനം കിട്ടയില്ല. മനസ്സിലായോ? അപ്പോൾ സമാധാനം കിട്ടണമെങ്കിൽ അത് സമ്പത്ത് ഹലാലായതായിരിക്കണം, മുത്ത് റസൂലിൻ്റെ നോട്ടം ഉണ്ടാകണം. അല്ലാത്തൊരിക്ക് റബീഉൽ അവ്വൽ വന്നാലും ഒരു കാര്യമില്ല. മനസ്സിലായോ? അപ്പോൾ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ഹറാമായ മാംസം കൊണ്ട് വളർന്ന ശരീരം സ്വർഗ്ഗത്തിൽ കടക്കൂല. ഏറ്റവും വലിയ സ്വർഗം അത് മുത്തുനബിയെ കിട്ടലാണ്, അള്ളാനെ കിട്ടലാണ്. സ്വർഗത്തിലെ ഏറ്റവും വലിയ ആനന്ദം മുത്തുനബിയോടൊപ്പം ഇരിക്കലാണ്, അള്ളാഹുവിൻ്റെ കൂടെ ഇരിക്കലാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അള്ളാനെ കാണലാണ് അല്ലേ. അപ്പം അങ്ങനെ വലിയ അത്ഭുതങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ഹറാമിൽ നിന്നൊന്ന് പിടുത്തം പെടണം. ഇനി വീടൊക്കെ അങ്ങനെ പലിശക്കെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക. അവൻ കാരുണ്യവാനാണ്. ആ റബ്ബിൻ്റെ കാരുണ്യം മുത്ത് റസൂലിലൂടെ പ്രതിഫലിക്കുമല്ലോ. അവിടുന്ന് റഹ്മത്തുൽ ആലമീനല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി രണ്ടാമത്തേത് ഈ കുടുംബ ബന്ധങ്ങൾ തകർത്തിട്ട് പരസ്പരം അകന്നു കഴിയുന്നവരിലേക്കും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിൻ്റെ നോട്ടം ഉണ്ടാവില്ല, അവരുടെ മനസ്സിൽ മുത്തുനബി ഉണ്ടാവില്ല ഇല്ലേ. അതായത് മാതാപിതാക്കളെ നോക്കാത്ത കുറേ മനുഷ്യന്മാരുണ്ട്. അതായത് ഇന്നലെ നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തു ഭാര്യയുടെ ഉമ്മയെക്കുറിച്ച് അല്ലേ. ഭാര്യയുടെ ഉമ്മയെ തീരെ പരിഗണിക്കാത്ത കുറേ മനുഷ്യന്മാരുണ്ട്. ഭയങ്കര അപകടമാണ്. അവൻ്റെ വീട്ടിലേക്ക് മുത്തുനബി നോക്കൂല. കാരണം മുത്ത് റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഭാര്യയുടെ ഉമ്മ നിൻ്റെ ഉമ്മയാണ്, ഭാര്യയുടെ ഉമ്മ നിൻ്റെ ഉമ്മയാണ്. അതായത് ഈ വിവാഹബന്ധം തീർന്നാൽ പോലും ആ ഉമ്മാനെ തൊട്ടാൽ നിനക്ക് ഒന്നും അറിയൂല. നീയും ഭാര്യയും തമ്മിൽ വേറെ പിരിഞ്ഞാലും ആ ഉമ്മ എന്നുള്ള ബന്ധം നിലനിൽക്കുമെന്നാണ്. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഉമ്മ, ഭർത്താവിൻ്റെ വാപ്പ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ പറയുന്നത് കേട്ട് മകൻ എന്ത് ചെയ്തു, ഉമ്മാനെ തീരെ മൈൻഡ് ചെയ്യാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണത്. അവർക്ക് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം ഉണ്ടാവില്ല എന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മുത്തുനബിയുടെ തിരുനോട്ടം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു കൊള്ളാം? വാപ്പാനോടും ഉമ്മാനോടും മിണ്ടാത്ത ആളുകൾ. മനസ്സിലായോ? പിന്നെ ചില ഘട്ടങ്ങളിൽ ഞാൻ പറയട്ടെ, അതായത് ഇസ്ലാം ഒരിക്കലും ഈ ബന്ധങ്ങൾ തകർത്തിട്ട് ജീവിക്കാൻ പറയണില്ല. ഇനി മക്കളെ, നിങ്ങളുടെ അമ്മായിയമ്മ അല്ലെങ്കിൽ നിൻ്റെ ഉമ്മ കാരണം നിൻ്റെ ഭാര്യയോടൊത്ത് നിനക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റണില്ല, പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടുന്ന് മാറി താമസിക്കണം. അല്ലാതെ ഉമ്മാനെയും ഭാര്യനെയും തമ്മിലടിപ്പിക്കുക, അല്ലെങ്കിൽ തമ്മിലടിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ഇടയ്ക്കിടയിൽ നീറാണെന്ന് ഇസ്ലാം പറയണില്ല. ഏറ്റവും നല്ലത് നിങ്ങളുടെ കെട്ടിയോളയും കൊണ്ട് മാറി താമസിക്കുക. മനസ്സിലായോ? ഉമ്മാക്ക് ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ, അല്ല ഉമ്മാക്ക് ആരോഗ്യമൊന്നും ഇല്ലെങ്കിൽ ഉമ്മാനെ നോക്കാനായിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ മക്കൾ ചെയ്തു കൊടുക്കണം. അത് പെമ്മക്കളുടെ മാത്രം ബാധ്യതയൊന്നുമല്ല ഉമ്മാനെ നോക്കൽ. ഉമ്മമാരി പറയുന്ന പോലെ പരസ്പര ഐക്യത്തോടെ വന്നു കയറുന്ന പെൺകുട്ടിയാണെങ്കിലും ഇനി അവിടെ ഉള്ള പെൺകുട്ടിയാണെങ്കിലും ആരാണെങ്കിലും പരസ്പര ഐക്യത്തോടെ മനസ്സിലാക്കി ജീവിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഈ മനസ്സിലാക്കലില്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്നുള്ള ബോധമില്ല. നമ്മളിങ്ങനെ തല്ലുപിടിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തണം. ഇരിക്കട്ടെ, ഏതായാലും ഏറ്റവും നല്ലത് മാറി താമസിക്കലാണ്. സാഹചര്യങ്ങൾ അതിന് ഓക്കെ ആണെങ്കിൽ, വാപ്പായും ഉമ്മയൊക്കെ അവർക്ക് ആരോഗ്യമുണ്ട്, അവരെ നിങ്ങൾ തന്നെ നോക്കണം കേട്ടോ. നിങ്ങൾ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. പക്ഷെ തൽക്കാലം പ്രശ്നങ്ങളിൽ നിന്ന് ജീവിതം ഇങ്ങനെ നരകിച്ച് തീർക്കാതെ ഏറ്റവും നല്ലത് മാറി താമസിക്കലാണ്. ഇപ്പോൾ സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിന് മുത്തുനബി ഫാത്തിമ ബീവിയെ കെട്ടിച്ചു കൊടുക്കുന്നത് അലിയാരിതങ്ങൾക്ക് മൂന്നാമത്തൊരു, അതായത് ഫാത്തിമ ബീവിയുടെ വീട്ടിലുമല്ല അലി നിന്നത്, അലിയാരുടെ വീട്ടിലല്ല ഫാത്തിമ നിന്നത്, പിന്നെയോ അലി റളിയല്ലാഹു അൻഹു ഇവർക്കായിട്ടൊരു പുതിയ വീട് നിർമ്മിച്ചിരുന്നു. അതിലേക്കാണ് ഫാത്തിമ ബീവിയെ കെട്ടിച്ചു വിടുന്നത്. ഏറ്റവും നല്ലത് അതാണ്. ബന്ധങ്ങളൊക്കെ നിലനിൽക്കും ഇല്ല? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ബന്ധങ്ങളൊക്കെ നിലനിൽക്കാൻ നല്ലത് ഈ ഭാര്യ ഭർത്താക്കന്മാർ മൂന്നാമത്, അതായത് കെട്ടിയോൻ്റെ വീട്ടിലുമല്ല കെട്ടിയോക്കടെ വീട്ടിലല്ല, മൂന്നാമത്തൊരു വീട്ടിൽ നിൽക്കലാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. അതാണ്. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണം എന്നല്ലേ ഈ പറയണത്. പ്രശ്നങ്ങളില്ലെങ്കിൽ ഏറ്റവും സുന്ദരമല്ലേ എല്ലാവരും ഒരുമിച്ച് ജീവിക്കാൻ. പക്ഷേ സ്വാഭാവികമാണ്, മനുഷ്യന്മാരല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീരെ പരിഹരിക്കാൻ പറ്റാത്താണെങ്കിൽ മാറി താമസിക്കലാണ് നല്ലതെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അല്ലാതെ നിങ്ങൾ നിന്ന് ബന്ധങ്ങൾ തമ്മിലടിച്ചുകൊണ്ടിരുന്നാൽ ആ വീട്ടിലേക്ക് മുത്ത് റസൂലിൻ്റെ നോട്ടമുണ്ടാവില്ല, മുത്ത് റസൂലുള്ള നോക്കൂല. അതിലപ്പുറം വലിയ അപകടം നമുക്ക് എന്താ വരാനുള്ളത്? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നെ മൂന്നാമത്തത്, ഈ അഹങ്കാരവും പരദൂഷണവുമുള്ള നാവാണ് നിങ്ങളുടേതെങ്കിൽ മുത്തുനബി അങ്ങോട്ട് വരൂല കേട്ടോ. ആ ഹൃദയത്തിലേക്ക് മുത്തുനബി കയറൂല. മുത്തുനബിയുടെ ആത്മാവിൻ്റെ ആ ഒരു സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടാവൂല, എത്ര മൗലിദ് ഇല്ലാലും. ഈ മൗലിദ് ചൊല്ലുന്ന നാവ് കൊണ്ട് മറ്റൊരാളെ ദുഷിച്ച് പറയുന്ന, മറ്റൊരാളുടെ കുറ്റം പറയുന്ന സ്വഭാവമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതെൻ്റെ ഹബീബിന് ഇഷ്ടമല്ലല്ലോ. റസൂലുള്ള അങ്ങനെ കുറ്റം പറയാൻ നടന്നിട്ടില്ലല്ലോ ഇല്ലേ? നമ്മൾ എത്രയോ ആളുകളുടെ കുറ്റവും കുറവും നമ്മുടെ വീട്ടിലിരുന്ന് പറയുന്നുണ്ട് ഇല്ലെങ്കിൽ ചിന്തിച്ചു നോക്ക്. എത്ര മനുഷ്യന്മാരുടെ അയൽക്കാരുടെ കുറ്റം പറയുന്നുണ്ട്.
മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത്. ഈ കുറ്റവും കുറവൊക്കെ പറഞ്ഞിട്ട് ആ നാവ് കൊണ്ട് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചൊല്ലിയിട്ടും ഒരു കാര്യവും നിങ്ങൾക്ക് അവിടെ ലഭിക്കാനില്ല. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? അവൻ്റെ നാവിൽ നിന്ന് മറ്റുള്ള മുസ്ലിങ്ങളൊക്കെ സുരക്ഷിതരാണ്. പക്ഷെ ഇവൻ്റെ നാവ് എന്ന് പറഞ്ഞാൽ അത്ര കച്ചറ നാവ് വേറെ ഉണ്ടാവും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈ നാവും കൊണ്ട് നിങ്ങൾ ഏറ്റവും മോശം സ്വഭാവം ചെയ്യുന്നവരാ. നിങ്ങളെ വീട്ടിലിരുന്ന് ഇനിയിപ്പോൾ അയാൾ കേട്ടില്ലെങ്കിൽ എന്തോരം കുറ്റം പറയുന്നുണ്ടാവും, എന്തോരം കുറ്റം പറയുന്നുണ്ടാവും. എന്നിട്ട് നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മൗലൂദിലിട്ട് എന്താ കാര്യം അല്ലേ? മുത്തറസൂലിന് ഇഷ്ടമല്ലത്. മുത്തുനബിയെ പ്രണയിക്കുന്നവർ മുത്തുനബിയുടെ സ്വഭാവമുള്ളവരാകണം. മറ്റൊരാളുടെ കുറ്റവും കുറവും പറയാൻ എൻ്റെ ഹബീബ് നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് കൽവിൽ മുത്തുനബി ഇങ്ങനെ ഉണ്ടായിരിക്കേ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, ആ സ്വലാത്തിനാണ് ഏറ്റവും വലിയ മഹത്വമുള്ളത്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. നാലാമത്തേത് സ്വലാത്തില്ലാതെ പോകലാണ്. റബീഉൽ അവ്വലായിട്ട് പോലും സ്വലാത്ത് ചൊല്ലൂല നമ്മൾ, അല്ലേ? യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചെയ്യണമെന്നാണ്. അത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, മുസ്ലിങ്ങളോടല്ലേ പറഞ്ഞത്, മോമിനീങ്ങളോടാണ്. കാരണം അവരെ കൊണ്ട് പറ്റുള്ളൂ. മോമിനീങ്ങളാണ് മുത്തുനബി അതിരറ്റ് സ്നേഹിക്കുന്നവർ, മുസ്ലിങ്ങളല്ല. മുസ്ലിങ്ങൾ ഇപ്പോൾ എല്ലാവരും വിടൂലേ? കുറേ മുസ്ലിങ്ങളുണ്ടല്ലോ. സ്വലാത്തിൽ നിന്ന് എത്ര പേരുണ്ട്? സ്വലാത്ത് മുത്തുനബിയെ പ്രണയിച്ചുകൊണ്ട് ചൊല്ലാൻ കഴിയുന്നത് മുഅ്മിനീങ്ങൾക്കാണ്, ഈമാനുള്ളവർക്കാണ്. അല്ലാത്തവർക്ക് ഈമാനില്ലേ? ഒക്കെ മനസ്സിലായോ? ഇതൊരു പ്രണയത്തിൻ്റെ മാതൃകയിൽ ചൊല്ലേണ്ട സാധനമാണ്. അല്ലാതെ നിങ്ങൾ സ്വല്ലല്ലാഹു അങ്ങനെയല്ല. മുത്തുനബി ഇങ്ങനെ കൽവിൽ നിറഞ്ഞു നിൽക്കുക, അവിടുത്തെ മേലെ ഇങ്ങനെ സ്വലാത്ത് ചെയ്യലാണ്. അതൊരു വൈകാരികമായ ബന്ധം ഉണ്ടാക്കലാണ്. റബീഉൽ അവ്വൽ വന്നാലും വീട്ടിലൊരു ഹിക്കായത്ത് മൗലിദ് ഓതാത്ത ആളാണ് നിങ്ങളെങ്കിൽ എങ്ങനെയാണ് ആ മുത്തുനബിയുടെ ബന്ധം നിങ്ങൾക്ക് ഉണ്ടാവുക? ഇല്ലേ? നിങ്ങളുടെ കൽബിൽ മുത്തുനബി ഉണ്ടായിരിക്കുകയല്ലേ. കുറേ സുന്നത്ത് ചെയ്യൽ മാത്രമല്ല, ഇല്ലേ? സുന്നത്ത് ചെയ്യൽ മാത്രമല്ല, സുന്നത്തായ സംഗതി നമ്മൾ വിചാരിച്ചേക്കണം അങ്ങനെയാണല്ലേ, കുറച്ച് താടി വെച്ച് കഴിഞ്ഞാൽ ദീനായി എന്നാണ്. അങ്ങനെയല്ലടോ. ആ താടി വെക്കുന്നത് പോലും മുത്തുനബിയോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്. റസൂലുള്ളാഹിൻ്റെ സ്നേഹം, റസൂലുള്ളാഹിനോടുള്ള ആ നബി എന്ന ദാത്തിനെ, ആ സത്തയെ തന്നെ സ്നേഹിക്കണം ആദ്യം, എന്നിട്ടാണ് മുത്തുനബിയുടെ സുന്നത്ത്. അല്ലാതെ സ്നേഹിക്കൊന്നും വേണ്ട, സുന്നത്ത് ഞാൻ പിൻപറ്റും, അതിലൊരു സ്നേഹമില്ല. അത് വെറും വേസ്റ്റാണ്, വേസ്റ്റ്. കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയപ്പെടും. മനസ്സിലായോ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ സ്വലാത്തുകൾ ധാരാളം. ആ സ്വലാത്തൊക്കെ ചെല്ലുന്നതോടൊപ്പം സുന്നത്തുകളെ അവഗണിക്കുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ വീടുകളിൽ സുന്നത്തുകൾ എന്നറിയണം. ഇച്ചിരി വെള്ളം കുടിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇരുന്ന് വിസ്മയിൽ കുടിക്കുക, 3 ഇറക്കുകളായി കുടിക്കുക, ബാത്റൂമിൽ പോകുമ്പോൾ ഇടത്തേക്കാൽ വെച്ച് കയറുക, അങ്ങനെ തുടങ്ങിയ കൊച്ചു കൊച്ചു വിഷയങ്ങളിലാണെങ്കിലും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ കൂടുതൽ നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പരിഗണിക്കപ്പെടാത്ത മുത്തുനബിയുടെ സ്വലാത്ത് ഇല്ലാത്തൊരു വീടാണ് നിങ്ങളെങ്കിൽ റബീഉൽ അവ്വൽ എത്തിയാലും ആ വീട്ടിൽ ബറക്കത്തുണ്ടാവില്ല. അവസാനത്തെ 5ാമത്തേത് പറയട്ടെ, ഒരുപാടുണ്ട്, 5 പറയാനുള്ളൂ. അതായത് റബീഉൽ അവ്വൽ എത്തിയിട്ടും ആ മാസത്തെ പരിഗണിക്കാതെ അശ്രദ്ധരായവരിലേക്ക് അല്ലാഹു നോക്കൂല. ഗസാലി ഇമാം പറയുന്നുണ്ട്, പടച്ചോന് ഇഷ്ടമല്ലാത്തതിൻ്റെ, പടച്ചോൻ നമ്മളെ തള്ളിക്കളയുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്താണെന്നറിയോ? പടച്ചവൻ ബഹുമാനിച്ച സമയങ്ങളിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റാതെ പോകലാണ്. ഇപ്പോൾ റബീഉൽ അവ്വൽ മുത്തുനബിയെ ജനിപ്പിക്കാനുള്ള തിരഞ്ഞെടുത്ത മാസമാണ്, അല്ലേ? മുത്തുനബി അള്ളാഹുവിലേക്ക് കൊണ്ടുപോകാനുള്ള തിരഞ്ഞെടുത്ത റബീഉൽ അവ്വലാണ്. അപ്പോൾ റബീഉൽ അവ്വൽ സന്തോഷത്തിൻ്റേതാണ്. ആ സന്തോഷത്തിൻ്റെ മാസത്തിൽ നമ്മൾ റബീഉൽ അവ്വൽ എത്തി ഒരു പരിഗണനയില്ല. നമ്മൾ സാധാ പോലെ തന്നെ ടി വിയൊക്കെ വെച്ച് മറ്റേ റീൽസും കണ്ട് എല്ലാ ഹറാമുകളും തോന്നിവാസങ്ങളൊക്കെ ചെയ്തൊരു മൗലിദോദാൻ നമ്മളില്ല, സ്വലാത്തില്ല നമ്മളില്ല, ഒന്നിനും നമുക്കൊരു നമ്മുടെ വീട്ടിൽ ഒരു അലങ്കാരം പോലും ഇല്ല. നമുക്കതിനോടൊക്കെ വിരക്തിയാണ്. 2 ലൈറ്റ് മേടിച്ചിട്ട് എൻ്റെ മുത്തുനബിയുടെ ജന്മത്തിൽ സന്തോഷിക്കുന്നതിന് ഇസ്ലാമിൽ തെറ്റെന്താ? അത്രമേൽ മഹത്തരമായ കാര്യമല്ലേ? ഒന്ന് ചെയ്തു നോക്കിയപ്പോൾ എന്താ സംഭവിക്കണത്? മനസ്സിലായോ? അപ്പോൾ റബീഉൽ അവ്വലിനെ പരിഗണിക്കാതെ പോകുക എന്ന് പറയുന്നത് വലിയ അപകടമാണ്. കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായിട്ട് പറയുന്നില്ലേ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ഇണകളെക്കാൾ, സന്താനങ്ങളെക്കാൾ, നിങ്ങളെക്കാൾ തന്നെ എന്നെ പ്രണയിക്കണം എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെക്കാൾ മുത്തുനബിയെ പ്രണയിക്കണം. ബാക്കിയുള്ളവരെക്കാളൊക്കെ നമുക്ക് പറ്റും, നമ്മളെക്കാൾ പ്രണയിക്കാൻ പറ്റുമോ? എനിക്ക് ഏറ്റവും വലുത് മുത്തുനബി. അങ്ങനെ ആകണം. വല്ലാത്തൊരു പ്രണയം, അഭേദ്യമായൊരു പ്രണയം. ആ മദീന കാണാതെ നമ്മൾ ജീവിച്ചിട്ടെന്തിനാ? മുത്തുനബിയെ ഇങ്ങനെ സ്വപ്നത്തിൽ കാണണം, അല്ലേ? ഒരു പാട്ടുണ്ടല്ലോ, അല്ലേ? പുണ്യമദീന പള്ളിയിൻ മൂലയിൽ തേങ്ങിക്കരയും ഈന്തപ്പനയിൽ അങ്ങിറങ്ങി വന്ന് തേങ്ങലുമാറ്റിയതോർത്തു കരയും പാപി ഞാനാണേ. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതിയ മിമ്പറിലേക്ക് മാറിയപ്പോൾ ഒരു കൊച്ച് കരയുന്നത് പോലെ ഒരു കരച്ചിൽ കേൾക്കുകയാണ്. നോക്കുമ്പോൾ മുത്തുനബി ആദ്യം നിന്ന മിമ്പറാണ് കരയുന്നത്. ആ മിമ്പറിന് പോലും സഹിക്കാൻ പറ്റിയില്ല, എൻ്റെ മുത്തുനബി എന്നിൽ നിന്ന് അകന്നു പോവുകയാണെന്ന് കരുതിയിട്ട്.
ആ മഹബത്ത് വേണം. റബീഉൽ അവ്വൽ നമ്മൾ സന്തോഷത്തിൻ്റെതാക്കണം കേട്ടോ. അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പം ഇവിടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ മൗലിദും വ്യത്യസ്തങ്ങളായ മജ്ലിസുകളൊക്കെ നമ്മുടെ റസാ വ്ളോഗ്സ് 2 ചാനലിലും നടക്കും. എല്ലാത്തിലും പങ്കെടുക്കുക. റബീഉൽ അവ്വൽ കളർഫുൾ ആക്കണം. ഓക്കെ, അപ്പോൾ ഈ 5 കാര്യങ്ങൾ ലൈഫിൽ ഇന്ന് മുതൽ കളറാക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ 3000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം, ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്വഹാബി ഒന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ ഞാൻ അങ്ങയെ മദ്ഹ് ചെയ്തോട്ടെ, അങ്ങയുടെ മൗലിദ് ഞാൻ പാടിക്കോട്ടെ. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, നിങ്ങൾ മൗലിദ് പാടുന്ന കാലം അത്രയും നിങ്ങളുടെ വായക്കൊരു കുഴപ്പമുണ്ടാവില്ല. ലാ യഫ്ളുലില്ലാഹു ഫാക്ക്, നിങ്ങളുടെ വായക്കൊരു കുഴപ്പം വരില്ല. ഏത് സ്വഹാബിയോടാണ് മുത്തുനബി അത് പറഞ്ഞത്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറഹിമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. മുത്തുനബിയോടുള്ള മഹബത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബിനെ നന്നാക്കണേ അല്ലാ. ചെയ്തു പോയ പാപങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാ. ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഈ സദസ്സിലുണ്ട്. പടച്ചോനെ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കണേ അല്ലാ. യാ റബ്ബന, ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെ കാര്യം പറഞ്ഞു. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലരിലേക്കും റിലീഫ് പദ്ധതിയിലൂടെ ഞങ്ങൾ സഹായം നൽകാറുണ്ട്. മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട്, മുത്തുനബിയുടെ മദദ് കൊണ്ട്, മുത്തുനബിയുടെ പേരിൽ പലരും ഹദിയ നൽകിയിട്ടുണ്ട്. അള്ളാഹുവെ നീ അതെല്ലാം സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളെല്ലാം അതുകൊണ്ട് നീ മാറ്റിത്തരണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാ. ഇല്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാ. പടച്ചോനെ, വീടില്ലാത്തവർക്ക്, വീട് നിർമ്മാണത്തിലിരിക്കുന്നവർക്ക് എല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആരൊക്കെയുണ്ടോ ഖബർ വെളിച്ചമാക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞോരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.